ഒരിക്കലൊരു ആട്ടിടയൻ ഒരു കടൽ തീരത്ത് തൻ്റെ ആടുകളെയൊക്കെ മേച്ച് സമാധാനത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശാന്തമായി കിടക്കുന്ന കടൽ കണ്ടപ്പോൾ ആ ആട്ടിടയനൊരു മോഹം തോന്നി. ആ കടലൊന്ന് കടന്നുപോയി കച്ചവടം ചെയ്താൽ കുറച്ചുകൂടി ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ. അങ്ങനെ ഈ ആട്ടിടയൻ തൻ്റെ ആടുകളെയെല്ലാം കൊടുത്ത് ഈന്തപ്പഴമൊക്കെ വാങ്ങി ഒരു കപ്പലിൽ കയറ്റി വിദേശ രാജ്യത്തേക്ക് പോയി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. ഒരിക്കലും ആട്ടിടയന് ഈ കടലിൻ്റെ ഗതിയോ കടലിൻ്റെ സ്വഭാവമോ അറിയുമായിരുന്നില്ല, അന്വേഷിച്ചിരുന്നതുമില്ല. ഒടുവിൽ ശാന്തമായ കടൽ ഉൾക്കടലിലേക്ക് മാറിയതോടുകൂടി കപ്പൽ ആടിയുലയാൻ തുടങ്ങി. വലിയ കൊടുങ്കാറ്റും പേമാരിയും. കപ്പലിന് പിടിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കപ്പിത്താൻ പറഞ്ഞു, നിങ്ങളുടെ ഈന്തപ്പഴമെല്ലാം ഈ കപ്പലിൽ നിന്ന് ഇറക്കി വെക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അപകടത്തിലാവും. അങ്ങനെ ആടിനെ വിറ്റുണ്ടാക്കിയ മുഴുവൻ ഈന്തപ്പഴങ്ങളും കപ്പലിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഈ കപ്പിത്താനിന്റെ ഒപ്പം ഈ ആട്ടിടയൻ യാത്ര തുടർന്ന് തിരിച്ച് കരയിലെത്തി. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ആട്ടിടയൻ ഇങ്ങനെ കരയിലിരുന്ന് കടലിനെ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ വഴി കടന്നുപോയ ഒരു യാത്രികൻ പറഞ്ഞു, എത്ര സുന്ദരമായ കടലാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആട്ടിടയൻ അയാളോട് പറഞ്ഞ വാചകം, ഈ കടലിന്റെ ശാന്തത എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്നാണ്. ഒറ്റ പാഠമേ ഉള്ളൂ, ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവമുള്ള ഒരാളോടൊരു കാര്യം ചോദിച്ചിട്ടെടുക്കണം. പുതുമോടികളിൽ നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. ഡിജിറ്റൽ തട്ടിപ്പുകൾ, ഈ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ മലയാളികളെ ബാധിക്കുന്നതിന്റെ കാരണം ഈ ആട്ടിടയന്റെ സ്വഭാവം നമ്മളിൽ ഓരോ മലയാളിക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട്.